ഹലോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ പ്രിൻറ്റിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ട്രഡീഷണൽ ഡേയ്സ് ഒക്കെ വരുന്ന സമയത്ത് സാരിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ പെയിൻറ് ചെയ്യാറുണ്ടല്ലേ. ഇന്ന് നമ്മൾ കുറച്ച് നാൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്ക് ഓർമ്മയുണ്ടോ? മരത്തിലിതാ ഇതുപോലെ കുറേ പ്രിൻ്റൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ ചെയ്തു തന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടെ ഞാനൊരു കളറിങ് പാലറ്റൊക്കെ ഉണ്ടാക്കിയത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു ചേട്ടൻ ഉണ്ടാക്കി തന്ന കുറച്ചധികം അച്ചുകളാണ് കേട്ടോ. ഇത് നമുക്ക് വർക്കിംഗ് ആണോ സംഭവം, ഇതുപോലത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഓൺലൈനായിട്ട് മീഷോയിലായാലും അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതുപോലത്തെ പ്രിൻറ്റിങ് വുഡ് കട്ടിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കാം. എന്തായാലും ഇത് ഞാൻ ആ ഏട്ടനോട് പറഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു സാരി പ്രിൻറ്റിങ് നോക്കാം. ഒരു ഗോൾഡൻ കളർ സാരി എനിക്ക് തന്നിട്ടുണ്ട് ആ ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു അച്ച് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു അച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത്. എനിക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള വർക്ക് ചെയ്തു തന്നതിന് ചെറിയൊരു റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സക്സസ് ആയോ ഇല്ലെന്നൊക്കെ ഫൈനൽ ലുക്ക് വേണ്ടിയിട്ട് പറയണം. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു സാരിയിൽ കുറേ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം നമുക്ക് കുറച്ച് പോർഷനിൽ മാത്രമേ ആ ഒരു പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ കറക്റ്റ് അളവൊന്ന് നോക്കണം. ചേച്ചി കുറച്ച് തടിച്ചിട്ടാണ്, എന്നേക്കാൾ ഹൈറ്റൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ട് ഇത്രയും നല്ലൊരു സാരി എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നല്ല ഭാഗം നോക്കിയിട്ട് ആദ്യം എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഏതാണ് നമ്മളെ മുണ്ട് വരുന്നത്, ഏതാണ് വേഷ്ടി ആയിട്ട് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. നീളം കൂടുതലുള്ളത് വേഷ്ടിയും എന്നാൽ വീതി കൂടുതൽ, അതായത് ഇങ്ങനെയുള്ളത് നീളം കൂടുതൽ ഏതാണോ അത് മുണ്ടും, ഇങ്ങനെ ഏതാണോ നീളം കൂടുതൽ അത് വേഷ്ടിയും ആയിരിക്കും. അതായത് വേഷ്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ഇടുന്ന സാധനം. അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കണം. മാറിയിട്ട് ചെയ്താൽ ആകെ പണി കിട്ടുന്നുണ്ടോ. അപ്പോൾ നല്ല വശം മനസ്സിലാക്കാൻ ഇത് പെട്ടെന്ന് പറ്റും, കാരണം ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശം നമുക്ക് വേഗം മനസ്സിലാക്കി. ഇതാണ് നല്ല വശം. അപ്പോൾ ഏകദേശം ഈ ഒരു പോർഷൻ ഇങ്ങനെയായിരിക്കും വരിക. നമ്മൾ ഉടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ വരും. ഇത് അതിൻ്റെ മുന്താണി. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ. അപ്പം ഈ ഒരു പൊസിഷനിലും പിന്നെ നമുക്ക് ഈ ഒരു പാർട്ട് കംപ്ലീറ്റും പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കാണുന്ന ഏരിയയിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം, ഏത് ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് ഫ്രണ്ട് ഫുള്ള് ചെയ്യണം, കാരണം ഇത് കംപ്ലീറ്റ് വിസിബിൾ ആവുന്ന സൈഡാണ്. കണ്ടോ. ഓക്കെ. ഇവിടുന്ന് ഇത്ര വരെ മാത്രം. ഓക്കെ. മാർക്ക് ചെയ്യാം. ഇതുപോലുള്ള ലൈറ്റ് കളർ മെറ്റീരിയൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എടുക്കുന്ന പെന്നോ പെൻസിലോ ഒക്കെ ആയാലും പിന്നീട് വാഷ് ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ കളർ പോകുന്ന ടൈപ്പ് തന്നെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ കേസ് പെന്നൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാഞ്ഞ് പോയിട്ടില്ലെങ്കിൽ അത് എട്ടിൻ്റെ പണി കിട്ടും, പിന്നീട് നമ്മൾ ചെയ്ത വർക്കിനൊക്കെ അത് ബാധിക്കും. അപ്പോൾ ഇതാണ് മെയിൻലി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഭാഗം കേട്ടോ. അപ്പോൾ അത് ആദ്യം നമുക്ക് ചെയ്യാം. ഞാനൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. കുഞ്ഞ് ഫ്ലവേഴ്സ് റെഡ് കളറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം ഗോൾഡൻ കളർ കരം നല്ല വലിയതായതുകൊണ്ട് തന്നെ നമുക്ക് റെഡ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഗോൾഡൻ കളറിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ നല്ല രീതിയിൽ വിരിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് പെയിൻറ്റ് അവിടെയൊക്കെ ആവാണ്ട് നല്ല നീറ്റായിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു പഴയ ബെഡിൻ്റെ മുകളിലാണ്, അത് കട്ടിലിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. താഴെ ഒരു തുണിയോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല, പക്ഷെ ഒരു പഴയ ഒരു പരവതാനി, അതായത് ഫ്ലോറിൽ നമ്മൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായ ഒരു പഴയ ഒരു മാറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ യൂസൊന്നും ചെയ്യാണ്ട് കഴുകി വെച്ചതായിരുന്നു. അതിന് പിന്നീട് യൂസൊന്നും ചെയ്യൂല എന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെ അടിയിൽ അതൊന്നൊരു കുഷ്യൻ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രിൻറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രിൻറ്റ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പെയിൻറ്റ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ അങ്ങനൊരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ പഴയ ഏതെങ്കിലും കോട്ടൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മടക്കി വെക്കുക. പെയിൻ്റ് ആയാലും കുഴപ്പമില്ലാത്ത ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊരു 2 ഫോൾഡ് മടക്കി വെച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു അച്ചിൽ എടുത്തിട്ടുള്ള എല്ലാ പെയിൻറ്റും ആ ഒരു ക്ലോത്തിലേക്ക് തന്നെ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു ടെക്നിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു അച്ച് എന്ന് പറയുന്നത് കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേട്ടൻ നമുക്ക് മരത്തിൽ കൊത്തുപണി ചെയ്ത് തന്നിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടിയാണ് കേട്ടോ. ആ ചേട്ടൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാരി വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ആ ഒരു അച്ച് എനിക്ക് ഉണ്ടാക്കി തന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നൊരു വർക്കാണ്. അത് ആ ചേച്ചിക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സാരിയിൽ നല്ല രീതിയിൽ നീറ്റായിട്ട് പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സംഭവം ഡബിൾ മുണ്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉടുക്കേണ്ടത് എന്നുള്ളത് ആദ്യം നോക്കാം. ഈ സംഭവം ഇത് വലതുവശത്താണ് വരേണ്ടത്. ഇങ്ങനെ ഉടുക്കുമ്പോൾ ഇത് വലതുവശത്താണ് വരേണ്ടത്. കണ്ടോ? അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ചെയ്യേണ്ടത്. താഴെ ഒന്നും ചെയ്യുന്നില്ല, മൊത്തം ചെയ്താൽ ആ കലമ്പം. ഈ സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഞാൻ അടുപ്പിച്ചിട്ട് ഇതുപോലെ ഫ്ലവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിശകും കാണിക്കരുത്, ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1-2 ഡ്രോപ്സ് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പെയിൻറ്റ് അതിൽ ഒട്ടിയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ ഭയങ്കര രീതിയിൽ ഇങ്ങനെ സ്മഡ്ജായി പോകാനുള്ള ചാൻസ്, പരന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ നോർമൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള ഒരു അച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ്, അത് സൂക്ഷിക്കുന്നിടത്തോളം കാലം ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇതുപോലൊരു എയറോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇടാനുണ്ടായ കാരണം എല്ലാ ഫ്ലവേഴ്സും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ചെറിയൊരു ഇതൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഓക്കെ ആണോ ഇല്ല എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒരു ദിവസം കംപ്ലീറ്റ് എടുത്തിട്ട് വേണം ഉണക്കിയെടുക്കാൻ. അങ്ങനെ ഞാനൊരു വെയിലത്തൊക്കെ ഇട്ടിട്ടാട്ടോ ഉണക്കിയെടുത്തത്. അപ്പോൾ ഉണങ്ങിയെന്ന് കംപ്ലീറ്റ് മനസ്സിലായതിന് ശേഷം ഞാൻ ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തതും ആ ഒരു പ്രിൻ്റൊക്കെ ചെയ്തതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി അതിന് ശേഷം വൈറ്റ് കളറ് പേപ്പർ വിരിച്ച് വെച്ചിട്ട് ഓരോ പാർട്ടും എടുത്തതിന് ശേഷം ഞാൻ അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ പേപ്പർ വെച്ചിട്ട് അയൺ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഡയറക്റ്റ് നമ്മളിങ്ങനെ അയൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. ഈ ഒരു അയൺ ചെയ്യുന്നതിലൂടെ ഉള്ളത് വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രിൻറ്റിങ് നല്ല രീതിയിൽ ഫിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് അലക്കിയാൽ പോവില്ലേ എന്നൊക്കെയുള്ള സംശയമുള്ള കൂട്ടുകാരോട് ഒരിക്കലും പോവില്ല. നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ആ ഒരു ചേച്ചിക്ക് കൊണ്ടു കൊടുക്കാം. എൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര, അത് നമുക്കത് ഫേസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ ചേച്ചിക്ക് കുറച്ചൊരു വീഡിയോയിൽ വരാനുള്ളൊരു മടി ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഇടയ്ക്ക് ആയിട്ട് കുറച്ചിങ്ങനെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. എന്തായാലും കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ചേച്ചി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അച്ഛനെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.